വൈവിധ്യമാർന്ന വായന അനുഭവങ്ങളുമായി CSM വായനാ ദിനം ആചരിച്ചു. വായനാ ദിനാഘോഷ പരിപാടികൾ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്ത് താൻ രചിച്ച പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി. ഞാനൊരു ലോവർ പ്രൈമറി സ്റ്റുഡൻ്റാണ്. ഇന്നും വലപ്പാട് ജില്ലയിലെ GDN സ്കൂളിലെ ഒരു ലോവർ പ്രൈമറി വിദ്യാർത്ഥിയാണ്. ഒരു 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക്. മറിച്ച് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശസ്തരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള സാഹിത്യകാരന്മാർ കൂടെയുള്ള ഉദ്ഘാടനവും പ്രസംഗവുമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു പാവപ്പെട്ട 4ാം ക്ലാസ്സിലായിട്ടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നും എന്നിൽ നിന്ന് കിട്ടില്ല. എനിക്കാകെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ജൂൺ 19 മലയാളികൾ മറക്കാത്തൊരു സുദിനമാണെന്ന്. PN പണിക്കർ എന്ന മഹൽ വ്യക്തി അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം സംഘടിപ്പിച്ച് അതിൻ്റെ ജനീതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അറിവുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. CSM പ്രസിദ്ധീകരിച്ച കയ്യെഴുത്ത് മാസികയായ റീഡ് ആൻഡ് ഗ്രോ പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശ് ബാബുവിന് നൽകിക്കൊണ്ട് ബാപ്പു വലപ്പാട് പ്രകാശനം ചെയ്തു. വായനാ ദിന പ്രതിജ്ഞ, പുസ്തക പരിചയം, വായനാനുഭവം പങ്കുവയ്ക്കൽ, PN പണിക്കർ അനുസ്മരണം, വായനാ ദിനഗാനം, നൃത്തം, കവിതാലാപനം, സ്കിറ്റ് തുടങ്ങി അനവധി പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾ വായന വാര പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ദിനേശ് ബാബു M, സെക്രട്ടറി CM നൌഷാദ്, PTA പ്രസിഡന്റ് ഇർഷാദ് ചേറ്റുവ, മാനേജർ PK ഹൈദരാലി, വൈസ് പ്രിൻസിപ്പൽ നിദീറ ജാബിർ, അസ ഫാത്തിമ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു.